ഓക്കെ. ഇതിനകത്ത് നമ്മൾ കൗണ്ടിങ് ഫിഗേഴ്സിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതിൽ അഞ്ചാമത്തെ മോഡലാണ് നോക്കാൻ പോകുന്ന അഞ്ചാമത്തെ മോഡൽ. ഈ അഞ്ചാമത്തെ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മോഡൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കോർണർ, ആ കോർണറിൻ്റെ ഓപ്പോസിറ്റുള്ള ബേസിലോട്ട് ലൈൻ വരുന്നു. ഇതേ മോഡലിൽ തന്നെ വേറെ ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റുള്ള ബേസിൽ വന്ന് ലൈൻ വീഴുന്നു. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ഈ ഇതായിരിക്കും അഞ്ചാമത്തെ മോഡലായിട്ട് വരുന്നത്. ഓക്കെ. എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യമേ ടോട്ടലായിട്ട് എണ്ണിയെടുക്കാം. ടോട്ടലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എണ്ണിയെടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് മാനുവലായിട്ട് എണ്ണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ മോഡലിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ കോൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലോട്ട് രണ്ട് ലൈൻ വന്ന് വീഴുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എണ്ണിയെടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? നമ്പർ കൊടുക്കുന്നു. നമ്പർ കൊടുത്തിട്ട് നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എത്ര വരും? 6 ട്രയാങ്കിൾ വരും. 6 ട്രയാങ്കിൾ വരും. ഓക്കെ. ദെൻ അടുത്ത ട്രയാങ്കിൾ അടുത്ത ട്രയാങ്കിളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്, ഈ വലിയ ട്രയാങ്കിൾ. ഈ വലിയ ട്രയാങ്കിളിൻ്റെ കേസിൽ എന്താണ് അവിടെ ഉള്ളത്? വലിയ ട്രയാങ്കിളിൽ ആ കോർണറിൽ നിന്ന് രണ്ട് ലൈൻ വീഴുന്നു. വീണ്ടും 1 2 3 വീണ്ടും 1 2 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും 6 ട്രയാങ്കിൾ ഉണ്ടാവും. 6 ട്രയാങ്കിൾ ഉണ്ടാവും. ഇപ്പോൾ മൊത്തം 12 ട്രയാങ്കിളായി. ഇനി 12 ട്രയാങ്കിളായി. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള നോക്കാം. ഓക്കെ. എക്സ്ട്രാ ഉള്ള നോക്കാം. അപ്പോൾ 12 ട്രയാങ്കിൾ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് അടുത്തത് 13ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ 14ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. 15ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. 15ാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു വലുതാണ്. ഓക്കെ. അപ്പോൾ മൊത്തം ഈ ഒരു ഫിഗറിനകത്ത് 15 ട്രയാങ്കിൾ ഉണ്ടാവും. മൊത്തം ഈ ഒരു ഫിഗറിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 15 ട്രയാങ്കിൾ. അതൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ. ഇനി അടുത്തത്, ഇതിപ്പോൾ ഒറ്റ ലൈനല്ലേ, രണ്ട് ലൈന് വന്നെന്ന് വിചാരിക്കുക. രണ്ട് ലൈന് വന്നെന്ന് വിചാരിക്കുക. ഓക്കെ. രണ്ട് ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യം എണ്ണാം. ഓക്കെ. അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിഗറിൽ ഞാൻ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാം. ഇതിനകത്ത് അറിയാം എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 6 ട്രയാങ്കിൾ ഉണ്ടാവും. നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് മോഡലിൻ്റെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ 6 ട്രയാങ്കിൾ. ഓക്കെ. ദെൻ ഈ ഒരു ഫിഗറിനകത്തും നമ്മുടെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മോഡലിൻ്റെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ 6 ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ. ദെൻ ഈ ഒരു ഫിഗറിനകത്തും ഈ ഒരു ഫിഗർ എന്ന് ഉദ്ദേശിച്ച് ഈ ഒരു വലിയ ഫിഗറിനകത്തും 6 ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ 6ഉം 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 18 ട്രയാങ്കിൾ ഓൾറെഡി ആയി. 18 ട്രയാങ്കിൾ ഓൾറെഡി ആയി. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള ട്രയാങ്കിളുകൾ ഒന്ന് നോക്കാം. 18ആയി, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതാ ഇതാണ് 19ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ. ദെൻ ഇത് 20. ഇതൊന്നും നമ്മൾ എവിടെ കൂട്ടിയിട്ടില്ല. ഇത് 20ാമത്തെ ട്രയാങ്കിൾ, ഈ വലുത്. ഓക്കെ. ദെൻ ഇത് 21ാമത്തെ ട്രയാങ്കിൾ, ഈ മൊത്തത്തിലായിട്ടുള്ള വലുത്. ഓക്കെ. ഇപ്പോൾ 21ആയി. ഓക്കെ. 21ആയി, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ 21 ട്രയാങ്കിൾ അവിടെയായി. 22ാമത്തെ ട്രയാങ്കിൾ 22ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ. 23ാമത്തെ ട്രയാങ്കിൾ 23ാമത്തെ ട്രയാങ്കിൾ. ഇത് മൊത്തത്തിൽ ഈ വലുത് 23ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ. ദെൻ
നാലാമത്തെ ട്രയാങ്കിൾ. 24ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 24 ട്രയാങ്കിളായി. 24 ട്രയാങ്കിളായി. തീർന്നിട്ടില്ല. 24 ട്രയാങ്കിളായി. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി ശ്രദ്ധിച്ച് നോക്കിയോണേ. 25ാമത്തെ ട്രയാങ്കിൾ. ഇതാ ഈ ഒരു വലുത്. ദെൻ 26ാമത്തെ ട്രയാങ്കിൾ. ഇത് നമ്മൾ എവിടെയും കൂട്ടിയിട്ടില്ല. ഈ 26ാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഒന്നുകൂടി ചെറുതാക്കി വരച്ചു കഴിഞ്ഞാൽ 26ാമത്തെ ട്രയാങ്കിൾ ഞാൻ ഒന്നുകൂടി ചെറുതാക്കി വരച്ചു തരാം. ഇത് 26ാമത്തെ ട്രയാങ്കിൾ. ദെൻ 27ാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം ഈ ഒരു ഫിഗറിനകത്ത് 27 ട്രയാങ്കിൾ ഉണ്ടാവും. ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. 27 ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ, ആദ്യത്തെ ഫിഗറിനകത്ത് എത്ര കണ്ട് നമ്മൾ? 15. രണ്ടാമത്തെ ഫിഗറിനകത്ത് 27. ഇനി നമ്മുടെ മെത്തേഡിലോട്ട് പോവാം. മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഗർ ഏകദേശം ഇതുപോലെയാണല്ലോ. നമ്മൾ ഒന്നാമത്തെ മോഡൽ പഠിച്ചു അല്ലേ? ഒന്നാമത്തെ മോഡൽ പഠിച്ചു. ഈ ഒന്നാമത്തെ മോഡലിലോട്ട് ഒരു ലൈൻ ക്രോസ് ചെയ്ത് വരുന്ന രീതിയിലല്ലേ ആ ഫിഗർ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മോഡൽ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങനൊരു ഫിഗർ, എന്നിട്ടൊരു വെർട്ടിക്കൽ മീൻസ് ഒരു വെട്ടക്സിൽ നിന്ന് ബേസിലോട്ട് ലൈൻ വരുന്നു. ആ ഒരു ഫിഗറിൻ്റെ ഓൾട്ടർ ചെയ്തിട്ടുള്ള ഫിഗറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എത്ര നമ്മൾ ഫസ്റ്റ് പഠിച്ച മോഡലിലെ പോലെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ 1, 2, 3 ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ 3 കഷ്ണമാക്കിയിട്ടുണ്ട്. ദെൻ അതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു ലൈനാണ് വരുന്നത് അല്ലേ? അതിനൊരു ക്രോസ് ചെയ്തിട്ട് ലൈൻ വരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളാണ് ക്രോസ് ചെയ്തതെങ്കിൽ ആദ്യം ഈ നമ്പറിനെ മറച്ചു വെക്കുക. ഒന്നാമത്തെ നമ്പറിനെ മറച്ചു വെക്കുക. ഒരു ട്രയാങ്കിളാണ് ക്രോസ് ചെയ്തതെങ്കിൽ. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ എടുത്ത് എഴുതുക. 2, 3, 4. ദെൻ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ആൻസർ ആവും. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആവും. എത്ര വരും? 1ഉം 2ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 6ഉം 3ഉം 2 5ഉം 4ഉം 9ഉം ഇവിടെ വരും. അപ്പോൾ ടോട്ടൽ 9ഉം 6ഉം 15 ട്രയാങ്കിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. ടോട്ടൽ 9ഉം 6ഉം 15 ട്രയാങ്കിൾ ആയിരിക്കും എന്ത് വരുന്ന ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. ആ സംഭവം തന്നെയാണ് നമ്മൾ എണ്ണി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 15 ട്രയാങ്കിൾ ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, സപ്പോസ് ഇതിനകത്ത് ഒരു ലൈനും കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് ഇതിനകത്ത് ഒരു ലൈനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ 1, 2, 3, 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. 1, 2, 3, 4 കഷ്ണമായിട്ട് മുറിച്ചു. ഓക്കെ. ദെൻ ഒരെണ്ണം ക്രോസ് ആയിട്ട് വന്നു. അല്ലേ? ഒരെണ്ണം ക്രോസ് ആയിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 1 മറയ്ക്കുക. ബാക്കിയുള്ള നമ്പർ എഴുതുക. 2, 3, 4, 5. ഇനി എന്ത് ചെയ്യുക? കൂട്ടി വെക്കുക. 4, 3, 7, 2, 9, 1, 10. 10. ഓക്കെ. 5, 4, 9, 3, 12. 5, 4, 9, 3, 12, 14. ടോട്ടൽ 24 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ഫിഗറിൽ വരുന്നത്. ഈ ഒരു ഫിഗറിനകത്ത് 24 ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണി നോക്കാം. ഓക്കെ, മൈൻഡിൽ വെച്ചേക്കണം. 24 ട്രയാങ്കിൾ ഉണ്ട്. ഞാനൊന്ന് എണ്ണിയും കാണിച്ചു തരാം. 24 ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ഈ ചെറിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4. ഇവിടെ ഒരു 4 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? മീൻസ് ഇത് ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച മോഡൽ അനുസരിച്ച് 4 ഭാഗമായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്ര വരും? 4 × 5/2 10 ട്രയാങ്കിൾ ഉണ്ടാവും. 10 ട്രയാങ്കിൾ അവിടെ ഉണ്ടാവും. ഓക്കെ. ദെൻ അടുത്തത് നമ്മുടെ ഈ ഒരു വലിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും
അതിനെ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിനെയും 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അല്ലേ? അതിനെയും 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും എത്ര ഉണ്ടാവും? 10 ട്രയാങ്കിൾ ഉണ്ടാവും. 10 ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ, 10 ട്രയാങ്കിൾ. ഇനി ദാ 11ാമത്തെ ട്രയാങ്കിൾ, സോറി, വേറൊരു ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ, ദെൻ മൂന്നാമത്തെ ട്രയാങ്കിൾ, ദെൻ നാലാമത്തെ ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ ഒരു 4 ട്രയാങ്കിൾ അഡീഷണൽ ആയിട്ട് കിടപ്പുണ്ട്. അല്ലേ? അപ്പോൾ ടോട്ടല് 10, 10, 4, 24. 24 നമ്മൾ എണ്ണി എടുക്കുമ്പോഴും കിട്ടുന്നത്. അതേ 24 തന്നെയാണ് നമുക്ക് നേരത്തെ മെത്തേഡിൽ ചെയ്തപ്പോഴും കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു കേസ് ആയി. ഒരു ലൈൻ വരുന്ന കേസിനായി. ഇനി 2 ലൈൻ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുമോ നോക്കണം. അല്ലേ? 2 ലൈൻ വരുമ്പോൾ, അപ്പോൾ 2 ലൈൻ വരുന്ന കേസിൽ ആദ്യമേ തന്നെ നമ്മൾ നമ്പർ ഇടുന്നു. 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പർ ഇടുന്നു. 1, 2, 3 എന്ന് പറഞ്ഞ് എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി ഒരു ലൈനാണ് വരുന്നതെങ്കിൽ, ഒരു ലൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നിനെ മറച്ചിട്ട് ബാക്കി എഴുതി വെക്കണം. പിന്നെ ഒരു 4 അഡീഷണൽ ആയിട്ട് ഇട്ടേക്കണം. ഒരു ലൈൻ കൂടി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ 2നെ മറയ്ക്കണം. 2നെ മറച്ചിട്ട് എന്ത് ചെയ്യണം? 3, 4, 5 എന്ന് പറഞ്ഞിട്ടേക്കണം. ഓക്കെ, നമ്മൾ മാനുവലായിട്ട് എണ്ണി എടുത്തപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് 27 ട്രയാങ്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാവേ. 3, 2, 5, 1, 6. ഓക്കെ, 4, 3, 7. ഇവിടെ 2 കേട്ടോ. 4, 3, 7, 2, 9. 5, 4, 9, 3, 12. ദെൻ ഇത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 12ഉം 6ഉം 18. 18ഉം 9, 27. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് 27 തന്നെയാണ് കിട്ടിയത്. നമ്മൾ എണ്ണി എടുത്തപ്പോഴും 27 തന്നെയാണ് കിട്ടിയത്. സോ മെത്തേഡ് ശരിയാണ്. ദെൻ അതേ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫിഗറിൽ യൂസ് ചെയ്യാം. ഈ ഒരു ഫിഗറിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് വരുന്ന രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ഞാനാണെങ്കിൽ ഇതായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്ന ട്രയാങ്കിൾ എന്ന് എടുത്തു. ഇതായിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്ന ട്രയാങ്കിൾ എന്ന് എടുത്തു. അതിൽ 1, 2, 3 ട്രയാങ്കിൾ ഉണ്ട്. 3 കഷ്ണമായിട്ട് മുറിച്ചു. അല്ലേ? ദെൻ ഓപ്പോസിറ്റ് ഉള്ള ഒരു വേറൊരു വെർട്ടെക്സിൽ നിന്ന് ആദ്യം ഒരു ലൈന് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? 2, 3, 4 എന്ന് പറഞ്ഞ് എഴുതും. പിന്നെ അടുത്ത ലൈൻ വന്നു. അപ്പോൾ എന്ത് ചെയ്യും? 4, 5, 6 എന്ന് പറഞ്ഞ് എഴുതും. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? 27 എന്ന് തന്നെ കിട്ടും. സോ ഇതിൻ്റെ ആൻസറും 27 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ വരുന്ന. അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.